ഇവിടെ ഗളിവറിനെ നിറയെ കുട്ടി മനുഷ്യരെ കപ്പലിൽ വന്ന് ഷൂട്ട് ചെയ്യുന്നു. നോക്കുമ്പോ അവന്റെ വയറ്റിൽ മുഴുവൻ ബുള്ളറ്റ് കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ്. പക്ഷെ അവനൊന്നും പറ്റിയില്ല. ഉടനെ അവനൊന്ന് വയറ് പെരുക്കിയതും എല്ലാ ബുള്ളറ്റും തിരിച്ച് റിട്ടേൺ പോയി അവരെ അറ്റാക്ക് ചെയ്യാണ്. ശേഷം ആ കപ്പലിൽ കെട്ടിയിരുന്ന എല്ലാ കയറും ഒരുമിച്ച് പിടിച്ചവൻ ആ കപ്പലുകളെ എല്ലാം കൂടി ദ്വീപിലേക്ക് വലിച്ചുകൊണ്ട് പോകുന്നു. അപ്പൊ ഗളിവർ ചെയ്ത കാര്യം കണ്ട ആ നാടിന്റെ രാജാവും നാട്ടിലുള്ള ആളുകളും ചേർന്ന് അവനെ അപ്രിഷിയേറ്റ് ചെയ്യാണ്. അതിനുശേഷം ഗളിവർക്ക് ആ നാട്ടിലെ രാജമര്യാദ കിട്ടുകയാണ്. എന്തൊക്കെയാന്ന് വെച്ചാൽ ഗളിവറിന്റെ മുതുക തിരുമാനായിട്ട് ഒരു പടയെ തന്നെ നിർത്തിയിട്ടുണ്ട്. കൂടാതെ ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടി 2-3 പേര് ഒരുമിച്ച് തലയിൽ കയറി നിൽക്കുന്നുണ്ട്. അപ്പൊ ഗളിവറിന് ഇതുപോലത്തെ രാജമര്യാദ കിട്ടുന്നത് ആ നാട്ടിലുള്ള ഒരാൾക്ക് മാത്രം ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് അവൻ എനിമി രാജ്യത്തിലേക്ക് ചെന്നിട്ട് അവരുടെ കൂടെ കൂടി ഗളിവറിനെ കൊല്ലാൻ വേണ്ടി ഒരു പദ്ധതി ഇടുകയാണ്. അതിനുവേണ്ടി അവനൊരു റോബോട്ട് ഉണ്ടാക്കിക്കൊണ്ട് ചെല്ലുന്നു. പക്ഷെ റോബോട്ടിനെ കൺട്രോൾ ചെയ്യുന്നത് ആ മോശമായവൻ തന്നെയായിരുന്നു. അങ്ങനെ റോബോട്ട് കുറച്ചുകൂടി വലുതായിട്ട് ഗളിവറിനെ അടിക്കാൻ തുടങ്ങി. ശേഷം ഗളിവറിന്റെ ഡ്രസ് എല്ലാം ഉരുമാറ്റി അവനെ ഒരു പടകിൽ വെച്ച് കെട്ടിയിട്ട് കടലിൽ കൂടി കൊണ്ടുപോയിട്ട് മറ്റൊരു ദ്വീപിലേക്ക് കളയാണ്. അവിടെയാണെങ്കിൽ ഗളിവറിനെ കാട്ടിലും വലിയ മനുഷ്യരായിരുന്നു ഉണ്ടായിരുന്നത്. നോക്കുമ്പോ അവനൊരു കൊച്ചുകുട്ടിയുടെ കയ്യിൽ ട്രാപ്പായി പോവുകയാണ്.